നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്താണ് സംഭവമെന്നല്ലേ, ഒരു പാലം. ഇത് ചുമ്മാ വെറും ഒരു പാലമല്ല കേട്ടോ, വിക്ടോറിയൻ എറയിൽ നിർമ്മിച്ച ഒരു പാലമാണിത്. ഔസ് വാലി വിയാഡക്റ്റ്. ലണ്ടനിൽ നിന്ന് ഏകദേശം 42 മൈൽ അകലെയായിട്ടാണ് നമ്മുടെ ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹേവാർഡ്സ് ഹീത്ത് എന്ന സ്ഥലത്തിനും ബാൽക്കോംബ് എന്ന കൊച്ചു ഗ്രാമത്തിനും ഇടയിലായിട്ടാണ് നിലകൊള്ളുന്നത്. ഇനിയിപ്പോൾ ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ലണ്ടനിൽ നിന്ന് ഹേവാർഡ്സ് ഹീത്ത് വരെ ട്രെയിൻ സൗകര്യമുണ്ട്. അതിനുശേഷം നമുക്കൊരു ടാക്സിയെ ആശ്രയിക്കാം. ഇനിയിപ്പോൾ സ്വന്തം വണ്ടിക്കാണ് വരുന്നതെങ്കിൽ എവിടെ പാർക്ക് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. അതാ ഇവിടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് നമുക്കവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോവാം. ഇനി നമുക്ക് ഈ പാലത്തിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. 1841 നിർമ്മിച്ച ഈ പാലത്തിന് ഇന്നേക്ക് 180 വർഷം പഴക്കമുണ്ട്. ഈ പാലം നിർമ്മിച്ചത് ക്വീൻ വിക്ടോറിയ ഇംഗ്ലണ്ട് ഭരിക്കുന്ന കാലത്തായിരുന്നു. ക്വീൻ വിക്ടോറിയ ഇംഗ്ലണ്ട് ഭരിച്ച കാലമെന്ന് പറയുന്നത് 1837 മുതൽ 1901 വരെയാണ്. ഔസ് വാലി വിയാഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പഴയ പാലം മാത്രമല്ല കേട്ടോ, ഇതൊരു ചരിത്രമാണ്, കലയാണ്, ഇന്നും ജീവിക്കുന്ന ക്വീൻ വിക്ടോറിയയുടെ മഹത്തായിട്ടുള്ള ഒരു സ്മാരകം കൂടിയാണ്. ഈ പാലത്തിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആർച്ചുകളാണ്. ഇവിടെയാകെ 37 ആർച്ചുകളാണുള്ളത്. ഓരോന്നും സമചതുര രൂപത്തിൽ സമതുലിതമായിട്ട് നിലകൊള്ളുന്നു. എന്തുകൊണ്ടായിരിക്കും ആർച്ച് പില്ലർ? ഇതിൻ്റെ പുറകിൽ ശാസ്ത്രീയപരമായിട്ടൊരു കാരണമുണ്ട്. കാരണം എന്താണെന്നോ, പ്ലെയിൻ പില്ലറിനേക്കാളും ഭാരം കൂടുതൽ താങ്ങുന്നതിനായിട്ട് ആർച്ച് പില്ലറുകൾക്ക് കഴിവുണ്ട്. പിന്നെ പ്രകാശത്തിനും കാറ്റിനും ഒരു തടസ്സമുണ്ടാക്കുന്നില്ല, കാണാൻ ഭംഗിയുമുണ്ട്. ഈ പാലത്തിന് എത്ര നീളമുണ്ടെന്നറിയാമോ? 450 മീറ്റർ നീളവും 29 മീറ്റർ ഉയരവുമുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് 11 മില്യൺ ഇഷ്ടിക ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇതിന് ചുറ്റുമായിട്ട് കാണുന്ന ഈ പച്ചപ്പും ഒരു കൊച്ചു തോടും എന്തായാലും ഒരു നല്ല കാണാൻ രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ക്വീൻ വിക്ടോറിയയുടെ കാലത്ത് നിർമ്മിച്ച ഈ പാലം ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ ഒരു ഹോട്ട് സ്പോട്ടാണ്. പല റീൽസിലൂടെയും ഈ പാലം നമുക്കെല്ലാം പരിചിതമാണെങ്കിൽ പോലും ക്വീൻ വിക്ടോറിയ അത്ര പരിചിതയായിരിക്കത്തില്ലല്ലോ. നമുക്കൊരു ഫോട്ടോ കണ്ടാലോ? ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ നാട്ടിലുമുണ്ടൊരു സ്മാരകം. ഏതാണെന്നറിയാമോ? വിക്ടോറിയ മെമ്മോറിയൽ. ഇത് കൊൽക്കത്തയിൽ വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് കാരണം എന്താണെന്നറിയാമോ? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ക്വീൻ വിക്ടോറിയയുടെ ഭരണകാലം എന്ന് പറയുന്നത് 1837 മുതൽ 1901 വരെയാണ്. ഈ സമയത്ത് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നു. 1901 ക്വീൻ വിക്ടോറിയ മരിച്ച സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ലോർഡ് കേഴ്സൺ ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. വെളുത്ത മാർബിളാൽ നിർമ്മിക്കപ്പെട്ട ഈ മനോഹര കെട്ടിടം ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയാണ്, ഒരു ചരിത്രമാണ്.
ചരിത്രങ്ങൾ നിറയെയുള്ള ഔസ്വാലി വിയാഡക്റ്റ് എല്ലാവർക്കും ഒരു നല്ല അനുഭവമായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.